ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് വെറും ഒരു കളിക്കാരന്റേതല്ല. അത് നിശ്ചയദാർഢ്യത്തിന്റെയും അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെയും അതിലുപരി അചഞ്ചലമായ കഠിനാധ്വാനത്തിന്റെയും പര്യായമാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2026 T20 ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ പാടുകെട്ടുമ്പോൾ കോടിക്കണക്കിന് ആരാധകർ ഉറ്റുനോക്കുന്നത് ആ ഒരൊറ്റ മലയാളി ഓപ്പണറിലേക്കാണ്. കേരളത്തിന്റെ തീരദേശത്തു നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മക്കയായ അഹമ്മദാബാദിലെ വമ്പൻ സ്റ്റേഡിയത്തിലേക്ക് സഞ്ജു നടത്തിയ യാത്ര ഒരു സിനിമാ കഥയേക്കാൾ നാടകീയമാണ്. സഞ്ജുവിന്റെ കരിയർ പരിശോധിച്ചാൽ അതിൽ വിജയങ്ങളെക്കാൾ കൂടുതൽ തിരസ്കാരങ്ങളുടെ കഥകളാണ് കാണാൻ കഴിയുക. 10 വർഷം മുൻപ് ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ടീമിലെ സ്ഥിരം സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പലപ്പോഴും ഒരു മത്സരം മോശമായാൽ ഉടൻ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ വമ്പന്മാരുടെ നിഴലിൽ ഒതുങ്ങി പോകാനായിരുന്നു പലരും സഞ്ജുവിന്റെ വിധി എഴുതിയത്. ലോകകപ്പ് ടീമുകളിൽ നിന്ന് പലവട്ടം തഴയപ്പെട്ടപ്പോഴും മികച്ച പ്രകടനം നടത്തിയിട്ടും പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാതിരുന്നപ്പോഴും സഞ്ജു മൗനം പാലിച്ചു. ആ മൗനമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. സോഷ്യൽ മീഡിയയിൽ ആരാധകർ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചപ്പോഴും സഞ്ജു തന്റെ ബാറ്റിംഗിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള തിരക്കിലായിരുന്നു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന അൺസ്റ്റോപ്പബിൾ സഞ്ജു സാംസൺ. ഈ ലോകകപ്പിൽ സഞ്ജുവിന്റെ പ്രകടനം കേവലം റൺസ് വേട്ട മാത്രമല്ല, മറിച്ച് ടീമിനെ പ്രതിസന്ധികളിൽ നിന്നും കൈപിടിച്ചുയർത്തുന്ന നായകതുല്യമായ പോരാട്ടമായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ വിൻഡീസിനെതിരെ ഇന്ത്യ തകർന്നു നിൽക്കുമ്പോഴാണ് സഞ്ജു ക്രീസിലെത്തുന്നത്. 50 പന്തിൽ 97 റൺസുമായി അദ്ദേഹം നടത്തിയ പ്രകടനം ഇന്ത്യയെ സെമിയിലേക്ക് നയിച്ചു. എന്നാൽ അതിലും വലിയൊരു വിസ്മയം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കാത്തുവച്ചിരുന്നു. 42 പന്തിൽ 89 റൺസ് നേടിയ സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഇംഗ്ലീഷ് ബൌളർമാരുടെ ആത്മവീര്യം തകർത്തു കളഞ്ഞു. തുടർച്ചയായ 2 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതോടെ സഞ്ജു ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടലായി മാറി. ഫൈനൽ പോരാട്ടത്തിന് വേദിയായിരുന്ന അഹമ്മദാബാദ് നഗരം ഇന്ന് സഞ്ജു സാംസൺ എന്ന വികാരത്തിന് കീഴിലാണ്. സ്റ്റേഡിയത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് സഞ്ജുവിന്റെ 9-ാം നമ്പർ ജേഴ്സികളാണ്. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയേറെ മാസ് സപ്പോർട്ട് ലഭിക്കുന്ന മറ്റൊരു താരമില്ലെന്ന് തെളിയിക്കുന്നതാണ് അഹമ്മദാബാദിലെ കാഴ്ചകൾ. മലയാളികൾ മാത്രമല്ല, ഉത്തരേന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ഇന്ന് സഞ്ജുവിന്റെ ക്ലാസിക് ഷോട്ടുകളുടെ ആരാധകരായി മാറിയിരിക്കുന്നു. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ICC പട്ടികയിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ താരവും സഞ്ജുവാണ്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗിൽ വന്ന മാറ്റവും ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് വമ്പൻ ഷോട്ടുകൾക്ക് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന താരം എന്ന ചീത്തപ്പേര് സഞ്ജുവിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ഇന്നിംഗ്സുകൾ കെട്ടിപ്പടുക്കാൻ പഠിച്ചിരിക്കുന്നു. എപ്പോൾ ആക്രമിച്ച് കളിക്കണം, എപ്പോൾ സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. IPL രാജസ്ഥാൻ റോയൽസിനെ നയിച്ചുള്ള പരിചയ സമ്പത്ത് സഞ്ജുവിനെ ഒരു മികച്ച തന്ത്രജ്ഞനാക്കി മാറ്റിയിട്ടുമുണ്ട്. ഗ്രൗണ്ടിലെ അദ്ദേഹത്തിന്റെ ശാന്തതയും കൃത്യമായ ഫീൽഡ് സെറ്റിംഗും ഇതിനോടകം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ശേഷം ഇന്ത്യൻ T20 ടീമിന്റെ നായകസ്ഥാനം സഞ്ജുവിനെ തേടി എത്തുമെന്ന ചർച്ചകൾ സജീവമാകാൻ കാരണം ഇതുതന്നെയാണ്. സെമി ഫൈനലിലെ വിജയത്തിന് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ തൊപ്പിയൂരി സഞ്ജുവിനെ ആദരിച്ച് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. സഞ്ജുവിനെ പരിഹസിച്ചിരുന്നവർ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. ടീമിനുള്ളിൽ സഞ്ജുവിന് ലഭിക്കുന്ന ബഹുമാനം അദ്ദേഹം തന്റെ പ്രകടനത്തിലൂടെ നേടിയെടുത്തതാണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ തുടങ്ങിയ യുവതാരങ്ങൾക്ക് സഞ്ജു ഇതൊരു വഴികാട്ടിയാണ്. ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനൽ അത്ര എളുപ്പമാകില്ല. കിവീസ് ബൌളർമാരുടെ കൃത്യതയാർന്ന സ്പെല്ലുകളെ സഞ്ജു എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ കിരീട സാധ്യതകൾ. അഹമ്മദാബാദിലെ ബാറ്റിംഗ് സൗഹൃദ പിച്ചിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് മറ്റൊരു മാന്ത്രിക ഇന്നിംഗ്സ് കൂടി പിറക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. സഞ്ജു സാംസൺ എന്ന താരം ഇന്നൊരു വ്യക്തിയല്ല, മറിച്ച് വീഴുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും പ്രതിനിധിയാണ്. സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിൽ നിന്നും സഞ്ജു ഇല്ലാതെ എങ്ങനെ ടീം ഇറങ്ങും എന്ന ചോദ്യത്തിലേക്കുള്ള മാറ്റം അദ്ദേഹത്തിന്റെ വിജയമാണ്. ഇന്ന് രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലെ ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ സഞ്ജു ബാറ്റുമായി ഇറങ്ങുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള നടത്തമായിരിക്കും. ആ ബാറ്റിൽ നിന്ന് ഉയരുന്ന ഓരോ റണ്ണും മലയാളിയുടെ അഭിമാനമായി മാറും. ഇന്ത്യൻ ക്രിക്കറ്റിലെ അൺസ്റ്റോപ്പബിൾ മുഖമായി സഞ്ജു മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് കാത്തിരിക്കാം ആ ലോകകപ്പ് കിരീടം സഞ്ജുവിന്റെയും സംഘത്തിന്റെയും കൈകളിൽ ഉയരുന്ന നിമിഷത്തിനായി.